ഒരു സമയത്ത് മലയാളികളെ ഒരുപാട് വിറപ്പിച്ച് നിർത്തിയ ഒരാളാണ് നമ്മളൊപ്പം ഉള്ളത്. മറ്റാരുമില്ല, സ്ഫടികം ജോർജ് സാറാണ്. വെൽക്കം ടു മാത്സ് ടെക് മീഡിയ. എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് മുംബൈ സെഞ്ചുറിയുടെ പടത്തിന്റെ ഒരു പ്രൊമോഷനാണ്, ഫ്രണ്ട്ഷിപ്പ് എന്ന പടത്തിന്റെ വീഡിയോ വന്നതാണ്. നിങ്ങളെ കണ്ടുപിട്ടി സന്തോഷം. സോ എന്റെ എന്താ പറയാ, ഒരുപാട് ഒരു നാളില് ഞാൻ ചെറുപ്പത്തിലൊക്കെ ഇങ്ങനെ പേടിച്ചിട്ട് കണ്ടൊരു ആളാണ്. പിന്നെ അതൊരു കോമഡിയിലോട്ട് മാറി. ഇപ്പം ഡയറക്റ്റ്ലി സംസാരിക്കുമ്പോൾ ടെൻഷൻ ഉണ്ടെങ്കിലും പക്ഷെ ഭയങ്കര കൂളായ ആളാന്നൊക്കെ തോന്നുന്നു. അതെ അതെ, ഞാനങ്ങനെ ടെൻഷൻ എടുക്കേണ്ട ആളല്ല. ഭയങ്കര കൂളാണ്, വളരെ ഫ്രണ്ട്ലിയാണ്, പിന്നെ വലിയ ഈഗോയൊന്നുമില്ല. നമ്മള് മൂവിയിൽ കാണുമ്പോഴുള്ള ഒരു സ്ഫടികം ജോർജും നേരിട്ടാണ് സ്ഫടികം ജോർജും വ്യത്യാസമുണ്ട്. നമ്മുടെ റിയൽ ലൈഫാണ്, മറ്റേ മൂവി എന്ന് പറഞ്ഞ ആക്ടിങ് ആണ്, രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പൊ ഇപ്പോ ഇതാണ് ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സിനിമയില് ബേസ് ചെയ്തിട്ട് വന്നതല്ലേ? അപ്പൊ ആ ഒരു സിനിമയെ പറ്റി ഒന്ന് പറയാമോ? ഫ്രണ്ട്ഷിപ്പ് എന്ന സിനിമ ഞാൻ ഹീറോയിന്റെ അച്ഛനായിട്ടാണ് അഭിനയിക്കുന്നത്. വളരെ സാധുവായിട്ടൊരു മനുഷ്യൻ. അപ്പം നല്ല രീതിയിൽ മക്കളെ വളർത്താൻ ശ്രമിക്കുന്നു. മക്കളുടെ ഫ്രണ്ട്ഷിപ്പ് വഴി വഴിതെറ്റി പോകുന്നു. അതിന്റെ പോലീസിന്റെ ഒരു ഇന്റർവെൻഷൻ ഉണ്ടാകുന്നു. ആ കേസ് തെളിയിക്കുന്നു. അതിൽ എൻ്റെ മോള് അതിൽ പ്രതിയാവുന്നു. അങ്ങനെ ഒരു സംഭവം ട്വിസ്റ്റ് ഉണ്ട് പടത്തിനകത്ത്. മുഴുവൻ കാര്യങ്ങളും അറിയില്ല, മൂവി റിലീസ് ആകുമ്പോഴത്തേക്കും കാണേണ്ടതാണ്. അപ്പോൾ അത് നല്ലൊരു സിനിമയാണ്. യുവാക്കളുടെ, യുവതികളുടെ കഥകൾ പറയുന്നത് 6 ഫ്രണ്ട്ഷിപ്പിന്റെ കഥയാണ്. അത് കാണുക, പ്രോത്സാഹിപ്പിക്കുക. ഈ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞപ്പോ ഇപ്പത്തെ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ തന്നെ പാരന്റ്സിന് ഭയങ്കര ടെൻഷനാണ്. എന്താവും ഇപ്പൊ ഡ്രഗ്സും അല്ലെങ്കിൽ ബാക്കി കൂട്ടിട്ട് എന്നൊക്കെ പറയുന്നത്. അതായത് ഇപ്പോഴത്തെ കുട്ടികളുടെ ഫ്രണ്ട്ഷിപ്പിന് ഒരു ട്രാക്കിംഗ് ഉണ്ടാവും. ട്രാക്കിംഗ് എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ എപ്പോഴും ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ പോക്ക് എങ്ങനെ ശരിയാണോ. കാരണം ഇപ്പോഴത്തെ ഒരു കാലഘട്ടം അങ്ങനെയാണ്. ഇപ്പോൾ ഈ ഇതുണ്ടല്ലോ, കഞ്ചാവ്, ഇങ്ങനെ ഈ ഒരു മാഫിയ ഗ്രൂപ്പിന്റെ പിടിയിൽ എപ്പോഴാണ് പിള്ളേർ പെടുന്നത് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ചാണ് ആൾക്കാർ പോകുന്നത്. എങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ മാക്സിമം മീഡിയാസ് വഴി അത് നമ്മൾ നിരുത്സാഹപ്പെടുത്തണം. അതൊക്കെയാണ് ഈ സിനിമകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്.